പ്രിയപ്പെട്ട കാസർഗോട്ടുകാരെ, ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യം നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. കാസർഗോഡ് മണ്ഡലം സ്ഥാനാർത്ഥിയായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ് ഈ വരാൻ പോകുന്നുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. എന്നെ സംബന്ധിച്ച് ഇത് കാസർഗോഡിൻ്റെ പ്രശ്നവും അതുപോലെ തന്നെ കാസർഗോഡിൻ്റെ ഇല്ലായ്മയും പറയാൻ വേണ്ടി കിട്ടിയ ഒരു അവസരമായിട്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. കാരണം കാലങ്ങളായി ഈ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം കുറേ ആവലാതികളും വേവലാതികളും മാത്രം പറഞ്ഞ് ഒരു സീറ്റ് നേടിക്കഴിഞ്ഞ് പിന്നെ കാസർഗോഡിനെ തനിയെ മറന്നു പോകുന്നുള്ള കുറേ MLA-മാരെയാണ് നമ്മളിവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കാസർഗോഡ് എന്നും പിന്നോക്കമാണ്. ഈ പിന്നോക്കം പറയാൻ കാരണം നമ്മൾ തന്നെയാണ്, മറ്റാരുമല്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്നുള്ള MLA അങ്ങനെയുള്ള ആൾക്കാരാണ്. കാസർഗോഡിൻ്റെ വികസനത്തിനോ കാസർഗോഡിൻ്റെ നല്ലതിനോ ഒന്നും അവർ കിട്ടാറില്ല. അതുകൊണ്ട് എൻ്റെ സ്ഥാനാർത്ഥിത്വം ആ രീതിയിലാണ് ഞാൻ കാണുന്നുള്ളത്. ഈ നാടും നന്നാണ്, ഇവിടുത്തെ ജനങ്ങളും നന്നാണ്. ഈ നാട് വളരെയേറെ വികസനം പ്രാപിക്കുകയും വേണം. എന്തൊക്കെയാണ് സർക്കാരിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുള്ളത് അതൊക്കെ കൊണ്ടുവരണം, ആർജവത്തോടെ കൊണ്ടുവരണം. അങ്ങനെയുള്ള ഒരാളെയാണ് നമുക്ക് വേണം. അതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയത്. 7 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റി അടങ്ങിയതാണ് കാസർഗോഡ് മണ്ഡലം. എല്ലാ ആൾക്കാരെ കാണാൻ പറ്റിയെന്ന് വരില്ല, എന്തായാലും പറ്റുന്നുള്ള ആളൊക്കെ കാണാൻ ഞാൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ഓരോ വോട്ടുകളും നൽകി എന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഈ ഒരു മണ്ഡലത്തിൽ നിന്ന് വിജയിപ്പിച്ചയക്കണമെന്നാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം ഇതൊരു പരീക്ഷണമാണ്, കാസർഗോഡ് ജനങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുന്നുള്ള ഒരു പരീക്ഷണമാണ്. നിങ്ങൾക്ക് ആരെയാണ് വേണ്ടത്? നിങ്ങൾക്ക് വികസനം വേണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നാടിനെപ്പറ്റി നന്നായി അറിയുന്ന ആൾക്കാർ വേണോ, അല്ലെങ്കിൽ നാടിനെപ്പറ്റി നന്നായി ചെയ്യാൻ പറ്റുന്നുള്ള ആൾക്കാരെ വേണോ, അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും വന്ന് ഇവിടെ നിന്ന് 5 വർഷമാകുമ്പോൾ പോകുന്നുള്ള ഒരാൾ വേണോ എന്ന് നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് നമ്മളെ കാസർഗോഡാണ് വലുത്, നമുക്ക് നമ്മളെ നാടാണ് വലുത്. നമ്മളെ തലമുറ വരാൻ പോകുന്നുണ്ട്, അവർക്കും വേണം നല്ലൊരു ജീവിതം, നല്ലൊരു നാടും നല്ലൊരു ചുറ്റുപാടും. അപ്പോൾ അതിലൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വോട്ടഭ്യർത്ഥിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരും ഇത് നിങ്ങൾക്ക് പറ്റുന്നുള്ള ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ലൊരു നാളേക്കായി നമ്മൾക്ക് ഒരുമിച്ച് പോരാടാം. ഈ മണ്ഡലവും വികസിക്കണം, ഈ നാടും വികസിക്കണം, കാസർഗോഡ് ജില്ലയും വികസിക്കണം. അതുകൊണ്ട് എല്ലാ ആൾക്കാരോടും ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, നിങ്ങൾ എനിക്ക് ഓരോ വോട്ടുകളും നൽകി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഞാൻ കുറേ കാലം കൊണ്ടു നടന്ന ക്രിക്കറ്റ് ബാറ്റിൽ തന്നെ ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ ചിഹ്നം ക്രിക്കറ്റ് ബാറ്റാണ്. ആ ബാറ്റ് തന്നെയാണ് ഞാൻ ആദ്യ ഓപ്ഷനിൽ കൊടുത്തത്, അത് തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു. വളരെ സന്തോഷമുണ്ട്. ആ ചിഹ്നത്തിൽ തന്നെ നിങ്ങൾ ഓരോ വോട്ടുകളും നൽകി എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ കാസർഗോട്ടുകാരോട്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.